students. In the last class we have discussed about physical changes and chemical changes, isn't it? Today we are going to study about more chemical changes, examples of chemical changes and the types of chemical changes, chemical reactions. Okay. First type of chemical reaction is known as thermochemical reactions. What is meant by thermochemical reaction? Thermo എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, എന്താണ്? ഹീറ്റ് എനർജി റിലീസ് ആകുക, ഹീറ്റ് ആണ്. തെർമൽ പറഞ്ഞാൽ ഹീറ്റ് ആണ്. അപ്പോൾ തെർമോകെമിക്കൽ റിയാക്ഷൻസ് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ വിച്ച് ഹീറ്റ് എനർജി ഈസ് ഐദർ റിലീസ്ഡ് ഓർ അബ്സോർബ്ഡ്. ഒന്നില്ലെങ്കിൽ റിലീസ് ചെയ്യുക, ഗിവ് ഔട്ട് ചെയ്യുക, പുറത്തേക്ക് വിടുക, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുക ഹീറ്റ് എനർജിനെ. അതിന് ആ റിയാക്ഷനാണ് എന്ന് പറയുക തെർമോകെമിക്കൽ റിയാക്ഷൻസ്. എന്താണ് thermochemical reactions? Chemical reactions in which either heat energy is released or heat energy is absorbed. That type of reaction is known as thermochemical reaction. There are two types of thermochemical reactions. What are they? Exothermic and endothermic. There are two types of thermochemical reactions: exothermic and endothermic reaction. Exothermic means release heat, give out, പുറത്തേക്ക് heat പോണേനെയാണ് നമ്മൾ. അപ്പോൾ എന്താണ് പറയാ? Chemical reactions in which release heat is known as exothermic reactions. Then chemical reactions takes place in which heat energy is absorbed. Absorb ചെയ്യണം, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അത് എൻഡോതെർമിക്കും, ഹീറ്റ് എനർജിനെ റിലീസ് ചെയ്യുന്നതിനെ നമ്മൾ എന്താ പറയാ? എക്സോതെർമിക് റിയാക്ഷൻസ് എന്നാണ് പറയുക. So thermochemical reaction, there are two types: exothermic and endothermic. Exothermic release heat, endothermic absorb heat. So let us observe some activities related to exothermic and endothermic. So first activity, take a test tube. Okay, take a test tube. Then 5 ml of dilute hydrochloric acid. നമുക്ക് അറിയുന്നതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഫോർമുല എന്താണ്? HCl. ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് 5 ml എടുക്കുക. അതിന് ഒരു പീസ് ഓഫ് മെഗ്നീഷ്യം ഇടുക. മെഗ്നീഷ്യം നമുക്കറിയാലോ, സിമ്പൽ എന്താണ്? Mg. സിമ്പൽ മെഗ്നീഷ്യം, ഒരു പീസ് ഓഫ് മെഗ്നീഷ്യം dip into dilute hydrochloric acid in a test tube. What happens? This magnesium and dilute hydrochloric acid reacts together. അല്ലേ? ഇതാണ് റിയാക്ടൻസ്. മെഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഡക്ട്സ് കിട്ടും അല്ലേ? വാട്ട് ആർ ദ പ്രോഡക്ട്സ് ഫോംഡ്? ഒരു നല്ല ബബിൾസ് വരും. ബബിൾസ് വരുമ്പോൾ എന്ത് ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്? ഏതാണ്? ഹൈഡ്രജൻ ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പൊ മെഗ്നീഷ്യം ഒരു മെറ്റലും ആസിഡും ആണ് അല്ലേ? മെറ്റൽ റിയാക്ട്സ് വിത്ത് ആസിഡ്സ് ടു ഗിവ് ഹൈഡ്രജൻ ഗ്യാസ്. അത് നമ്മൾ 7th പഠിച്ചതാണ് അല്ലേ? അപ്പോൾ മെഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. വാട്ട് ആർ ദ പ്രോഡക്ട്സ് ഫോംഡ്? ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും, മെഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാവും. അതിന്റെ ഈ മെഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ബോട്ടം ഓഫ് ദി ടെസ്റ്റ് ട്യൂബിൽ ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. ടച്ച് ദ ബോട്ടം ഓഫ് ദി ടെസ്റ്റ് ട്യൂബ്. വി ഫീൽ ഹോട്ട്, പക്ഷെ ചൂട് തോന്നും, വാർമ തോന്നും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഈ മെഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ ഹീറ്റിനെ പുറത്തേക്ക് റിലീസ് ചെയ്യുകയാണ്. റിലീസ് ഹീറ്റ് ശേഷം അത് എന്ത് ചെയ്യും? പുറത്തേക്ക് റിലീസ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതി നോക്കാം. മെഗ്നീഷ്യം Mg plus HCl അല്ലേ? അപ്പൊ എന്താ വരിക? ഈ HCl നെ Cl സെപ്പറേറ്റ് ചെയ്തിട്ട് Mg യുടെ കൂടെ ചേരും. അപ്പൊ എന്ത് വരും? പ്രൊഡക്റ്റ് മെഗ്നീഷ്യം ക്ലോറൈഡ്. ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ NaCl സോഡിയം ക്ലോറൈഡ് എന്നൊക്കെ പറയുമ്പോൾ NaCl എന്ന് എഴുതിയിട്ടുള്ളൂ. പക്ഷെ മെഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ MgCl2 ഫോർമുല പഠിച്ചു വെക്കണം. കെമിക്കൽ ഫോർമുല പഠിച്ചു വെക്കണം. എന്താണ്? മെഗ്നീഷ്യം പ്ലസ് HCl gives MgCl2 plus hydrogen gas. അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലായത്? മെഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് gives magnesium chloride plus hydrogen gas. അപ്പോൾ ഇവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ ഹീറ്റ് കൊടുക്കണമെന്നില്ല, പക്ഷെ മെഗ്നീഷ്യം ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് കൂടി റിയാക്ട് ചെയ്യുമ്പോൾ ഹീറ്റ് ആൾസോ പ്രൊഡ്യൂസ്. നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം. നമ്മൾ 7th നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ? മെറ്റൽസ് റിയാക്ട്സ് വിത്ത് ആസിഡ്സ് ടു ഗിവ് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. നമ്മുടെ ടെസ്റ്റ് ട്യൂബിന്റെ അടിയിൽ തൊടുന്ന സമയത്ത് നമുക്ക് ഹോട്ട് ആവും. അപ്പൊ ഇതിൽ എന്തും കൂടി റിയാക്ഷൻ എഴുതണം? ഹീറ്റ് അല്ലേ? മെഗ്നീഷ്യം പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് മെഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ പ്ലസ് ഹീറ്റ്. അപ്പൊ ഇതിന് ഹീറ്റ് റിലീസ് ആകാല്ലേ? അപ്പൊ ഇത് ഏതിന് എക്സാമ്പിൾ ആണ്? എക്സോതെർമിക് റിയാക്ഷന് എക്സാമ്പിൾ ആണ്. തെർമോകെമിക്കൽ റിയാക്ഷന്റെ എക്സോതെർമിക് റിയാക്ഷന് example are the magnesium reacts with the hydrochloric acid.
ഇനി ഇത് ബാലൻസ് ചെയ്യണ്ടേ mg അല്ലേ h എത്ര 2 ആണ് അപ്പോൾ ഇവിടെയാണ് 2 ആക്കുന്നത് 2 ഉണ്ട് Cl ൽ 2 ആണ് കറക്റ്റ് 2HCl Mg plus 2HCl is MgCl2 plus H2 plus heat. This is a thermochemical reaction. It's also exothermic reaction. The second activity, you know that potassium permanganate അല്ലേ potassium permanganate നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ഇതിന്റെ സാൾട്ട് കണ്ടിട്ടുണ്ട് വയലറ്റ് കളറാണ് അത് ഡ്രൈ ടെസ്റ്റ് ട്യൂബിൽ എടുക്കണം ഡ്രൈ ആയിട്ടുള്ള ടെസ്റ്റ് ട്യൂബിൽ potassium permanganateന്റെ ക്രിസ്റ്റൽസ് എടുക്കണം then we apply heat using a burner etc എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ബർണറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഹീറ്റ് കൊടുക്കാം ഇവിടെ നിന്ന് ഹീറ്റ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് കൊടുക്കാം അപ്പോൾ ഹീറ്റ് എന്ത് ചെയ്യും ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അബ്സോർബ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുക അല്ലേ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ ചെയ്യുക അബ്സോർബ് നമ്മൾ മറ്റേ മെഗ്നീഷ്യത്തിന്റെ കേസിൽ എന്താ പറഞ്ഞത് മെഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം ഇവിടെ അതല്ല ഹീറ്റ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്ത ശേഷം എന്തൊക്കെയാണ് ഉണ്ടാകാം ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മളൊരു ഗ്യാസ് ഫോം ചെയ്യും ഗ്യാസ് ഇങ്ങനെ ഫോം ചെയ്യും അപ്പോൾ അത് അറിയണമെങ്കിൽ നമ്മൾ ഒരു ഇൻസെൻസ് സ്റ്റിക്ക് ചന്ദനത്തിരി കത്തിച്ചിട്ട് കാണിക്കാം അല്ലെങ്കിൽ കത്തിച്ചിട്ട് കെടുത്തിയ ശേഷം ഇതിലേക്ക് ഷോ ചെയ്യാം ടെസ്റ്റ് ട്യൂബിന്റെ മൗത്തിലേക്ക് ഒന്ന് ഷോ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ബേൺ ആയിട്ട് നന്നായിട്ട് കത്തിപ്പിടിക്കും ബേൺ ഡ്രൈ ചെയ്യും വൈ ബിക്കോസ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡികമ്പോസസ് പറഞ്ഞാൽ ഹീറ്റ് തട്ടുമ്പോൾ സ്പ്ലിറ്റ് ആകുക സെപ്പറേറ്റ് ആകുക പൊട്ടാസ്യം പെർമാംഗനേറ്റ് സ്പ്ലിറ്റ് ആയ ശേഷം പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ എന്താ ചെയ്യുക റിയാക്ടൻസ് എന്തൊക്കെയാണ് ഹീറ്റ് ഉണ്ട് ആ ഹീറ്റ് എന്താക്കുമ്പോൾ പ്രൊഡക്ട്സ് ആയി ഫോം ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പൊട്ടാസ്യം മാംഗനേറ്റ് ഇതിന്റെ പ്രൊഡക്ട്സ് ഉണ്ടാക്കുക പൊട്ടാസ്യം മാംഗനേറ്റ് പ്ലസ് മാംഗനീസ് ഡയോക്സൈഡ് ഇതിന്റെ ഫോർമുല നമുക്ക് പഠിക്കാൻ കാരണം വലുതാണ് അല്ലേ അപ്പോൾ 9th കാരണം നമുക്ക് പഠിക്കാനുള്ളത് ഫോർമുലയൊക്കെ കെമിക്കൽ ഫോർമുല റിവേഴ്സുകൾ പഠിച്ചു വെച്ചാൽ മതി പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്ലസ് ഹീറ്റ് ഗീവ്സ് പൊട്ടാസ്യം മാംഗനേറ്റ് പ്ലസ് മാംഗനീസ് ഡയോക്സൈഡ് പ്ലസ് ഓക്സിജൻ ഗ്യാസ് ഓക്സിജൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇവിടെ ഇൻസെൻസ് സ്റ്റിക്ക് കാണിക്കുമ്പോൾ ഒന്നും കൂടി ബേൺസ് ബ്രൈറ്റ്ലി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത് ഓക്സിജൻ ഗ്യാസ് ഹെൽപ്സ് ബേൺ അല്ലേ ഒന്നും കൂടി കത്തിപ്പിടിക്കും അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ അത് അബ്സോർബ് ചെയ്യാണ് അപ്പോൾ ദിസ് എക്സാമ്പിൾ ഈസ് എൻഡോതെർമിക്കിന്റെ എക്സാമ്പിൾ ആണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡികമ്പോസസ് ഇൻടു potassium manganate plus manganese dioxide plus oxygen example of endothermic reaction മനസ്സിലായില്ലേ ഹീറ്റ് അബ്സോർബ് ചെയ്യണം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷനെ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയും ഓക്കെ ഇനി തേർഡ് ആക്ടിവിറ്റി നമുക്ക് അറിയുന്നത് തന്നെയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഞാൻ ഫോർമുല എഴുതുന്നുള്ളൂ സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീവ്സ് എന്താ പറയുക ഇത് ആൽക്കലിയാണ് അല്ലേ ആൽക്കലിയും ആസിഡും കൂടി റിയാക്ട് ചെയ്താൽ നമുക്ക് അറിയുന്നതാണ് എന്താണ് ന്യൂട്രൽ സൊല്യൂഷൻ ആണ് കിട്ടുക അല്ലേ ന്യൂട്രൽ സൊല്യൂഷൻ ആണ് കിട്ടുക അതായത് സോഡിയം സാൾട്ട് കിട്ടും അല്ലേ സാൾട്ട് പ്ലസ് വാട്ടർ NaCl പ്ലസ് H2O എങ്ങനെയാണ് കിട്ടുന്നത് മനസ്സിലായാൽ NaCl ന്റെ കൂടെ H2O കണ്ടാ H2O അപ്പൊ ആസിഡ് പ്ലസ് ആൽക്കലി ഗിവ്സ് സാൾട്ട് പ്ലസ് വാട്ടർ ഇത് നമ്മുടെ ടേബിൾ കോമൺ സാൾട്ട് അല്ലേ ടേബിൾ സാൾട്ട് ആണ് NaCl എന്ന് പറഞ്ഞാൽ എന്താണ് സോഡിയം ക്ലോറൈഡ് അപ്പൊ നമ്മൾ കെമിസ്ട്രിയിൽ മിക്ക ഇതിനും സാൾട്ട് തന്നെയാണ് പറയാറ് അപ്പൊ നമുക്ക് അറിയണം സാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് പറഞ്ഞാൽ നമ്മുടെ കോമൺ സാൾട്ട് ആണ് അപ്പൊ ഇതിലെന്താ ചെയ്യുക ആസിഡ് പ്ലസ് ആൽക്കലി ഗീവ്സ് സാൾട്ട് പ്ലസ് വാട്ടർ അപ്പൊ ഇവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും റിലീസ് ആണ് ഒരു ആസിഡും ആൽക്കലിയും കൂടി റിയാക്ഷൻ നടക്കുമ്പോൾ സാൾട്ടും വാട്ടറും കിട്ടുമ്പോൾ അതിന്റെ ഒപ്പം ഹീറ്റും കൂടി റിലീസ് ആണ് സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് exothermic reaction രണ്ട് exothermic reactionന്റെ നമ്മൾ ആക്ടിവിറ്റീസ് നോക്കി ഒന്ന് മെഗ്നീഷ്യം പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡും NaOH പ്ലസ് സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് HCl എന്താണ് ഹീറ്റ് റിലീസ് ആവുന്ന റിയാക്ഷൻ ആണ് exothermic this is also known as neutralization reaction അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂട്രൽ സൊല്യൂഷനിൽ ഇത് എന്താണ് സാൾട്ട് വാട്ടർ ആണ് എന്താണ് അപ്പോൾ അത് ന്യൂട്രൽ സൊല്യൂഷൻ ആണ് അപ്പോൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്നും എന്ത് പറയാം എക്സോതെർമിക് റിയാക്ഷനെ പറയാം ഓക്കേ അപ്പോൾ നമ്മൾ thermochemical reaction പറഞ്ഞാൽ chemical reactions in which heat energy is either released or absorbed known as thermochemical reaction there are two types of reactions and
എന്തൊക്കെയാണ് എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക്. എക്സോതെർമിക് റിയാക്ഷൻ പറഞ്ഞാൽ റിലീസ് ഹീറ്റ്. ഓക്കെ, എൻഡോതെർമിക് പറഞ്ഞാൽ എന്താണ് അബ്സോർബ് ഹീറ്റ്. അപ്പോൾ എക്സാമ്പിൾസ് ആക്ടിവിറ്റീസ് നോക്കി. ഇനി നമ്മുടെ സെക്കൻഡ് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ നമ്മൾക്ക് തെർമൽ പറഞ്ഞാൽ ഹീറ്റ് അല്ലേ, ഇവിടെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ലൈറ്റ് എനർജി. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ വിച്ച് either light energy is released or absorbed. പുറത്തേക്ക് ലൈറ്റ് എനർജി പോവുകയോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്ന ആ റിയാക്ഷനാണ് എന്ത് പറയുക, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതിന്റെ മെയിൻ എക്സാമ്പിൾ നമുക്ക് അറിയാം, കോമൺ എക്സാമ്പിൾ നമ്മുടെ ഫോട്ടോസിന്തസിസ് അല്ലേ. എന്താണ് എക്സാമ്പിൾ? ഫോട്ടോസിന്തസിസ്. നമുക്കറിയാം ഗ്രീൻ പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫോട്ടോസിന്തസിസ് അല്ലേ. ഗ്രീൻ പ്ലാന്റ്സ് എന്ത് ചെയ്യും, ഇൻ ക്ലോറോഫിൽ അല്ലേ, പ്ലാന്റ്സിന്റെ ക്ലോറോഫിൽ എന്താ, ലീവ്സിന്റെ ക്ലോറോഫിൽ എന്താ ചെയ്യുക, അബ്സോർബ് സൺലൈറ്റ് ആൻഡ് ആൾസോ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ്, അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ അല്ലേ. അത് ഉപയോഗിച്ചിട്ട് എന്തായി മാറും, കൺവേർട്ടഡ് ഇൻടു ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഗ്ലൂക്കോസ് എങ്ങനെയാണ് പ്ലാന്റ്സിൽ സ്റ്റോർ ചെയ്യുന്നത്, സ്റ്റാർച്ച് അല്ലേ, സ്റ്റാർച്ച്. ഗ്ലൂക്കോസ് ഈസ് സ്റ്റോർഡ് ബൈ പ്ലാന്റ്സ് ഇൻ ദ ഫോം ഓഫ് എ സ്റ്റാർച്ച്. സോ നമുക്ക് ഇതിനെ ഇക്വേഷൻ എഴുതി നോക്കാം. ഫോട്ടോസിന്തസിസിന്റെ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ലൈറ്റ്, സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യണം, അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. So this is a photochemical reaction. Carbon dioxide plus water plus light അബ്സോർബ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഗ്ലൂക്കോസ് കിട്ടും. ഗ്ലൂക്കോസിന്റെ ഫോർമുല എന്താണ്, C6H12O6 പ്ലസ് ഓക്സിജൻ റിലീസ് ആവും. ഇത് പ്ലാന്റ്സ് സ്റ്റോർ ചെയ്യും, ഓക്സിജൻ റിലീസ് ആവും. അപ്പൊ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 6 6 6 ബാലൻസ് ചെയ്ത് പഠിച്ച ടെക്സ്റ്റിലുണ്ട്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ലൈറ്റിനെ അബ്സോർബ് ചെയ്ത റിയാക്ഷൻ ആണ് മെയിൻ ഫോട്ടോസിന്തസിസ്. ഫോട്ടോകെമിക്കലിന്റെ മെയിൻ എക്സാമ്പിൾ എന്താണ്, ഫോട്ടോസിന്തസിസ്. അപ്പൊ നമുക്ക് അറിയാം, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പറയാറുണ്ട് അല്ലേ, നമ്മുടെ ബോഡിയിൽ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഒക്കെ എന്തുകൊണ്ടാണ് വരുന്നത്, സൺലൈറ്റ് തട്ടാത്തതുകൊണ്ട്. അപ്പൊ സൺലൈറ്റ് നമ്മൾ അബ്സോർബ് ചെയ്യുമ്പോഴാണ് വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കുറയുക. അതേമാതിരി കൂടുതൽ വെയിൽ തട്ടിയാൽ എന്ത് സംഭവിക്കും, നമ്മൾ കറുക്കും. അപ്പോഴും എന്താണ് നമ്മുടെ സ്കിന്നില് മെലാനിൻ പറഞ്ഞ സബ്സ്റ്റൻസ് കൂടുകയാണ് അല്ലേ. അപ്പൊ നമ്മൾ അബ്സോർബ് ചെയ്യണം, ലൈറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യാം, ആ സബ്സ്റ്റൻസ് കൂടുമ്പോൾ നമ്മൾ കറുത്ത് പോകുന്നത്. അതൊക്കെ ഡെയിലി ലൈഫിലുള്ള എക്സാമ്പിൾ. പിന്നെ നമുക്കറിയാം ഫയർഫ്ലൈ അല്ലെ, മിന്നാമിനുങ്ങ ഗ്ലോ ചെയ്യുന്നത് എന്താണ്, ലൈറ്റിനെ എമിറ്റ് ചെയ്യാണ് അല്ലെ, ലൈറ്റ് എനർജിനെ എമിറ്റ് ചെയ്യണം. അതും ഫോട്ടോ കെമിക്കൽ റിയാക്ഷന്റെ ഒരു ഡെയിലി ലൈഫിലുള്ള എക്സാമ്പിൾ ആണ്. അതെന്താണ്, ഒരു എൻസൈം ഉണ്ട് ഫയർഫ്ലൈന്റെ ബോഡിയിൽ, ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈം എമിറ്റ് ചെയ്യാണ് പുറത്തേക്ക് ലൈറ്റിന്, ലൈറ്റ് എനർജിയാണ് 95% ലൈറ്റ് എനർജിയാണ് എന്ത് ചെയ്യുക, റിലീസ് ചെയ്യണം ഹീറ്റിന്. അതാണ് അതിങ്ങനെ മിന്നണം. നമുക്ക് ചൂട് തോന്നാറില്ല ലൈറ്റ്. അതൊക്കെ എക്സാമ്പിൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ്. ഇനി നമ്മുടെ ടെക്സ്റ്റിലുള്ള ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ആണ് സിൽവർ ബ്രോമൈഡ് പറഞ്ഞൊരു കെമിക്കൽ സബ്സ്റ്റൻസ്. സിൽവർ ബ്രോമൈഡ് പറഞ്ഞൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്. അതൊരു സാധനമാണ്, ലൈറ്റ് യെല്ലോ കളറാണ് അതിന്റെ കളർ. അതിന്റെ ഫോർമുല AgBr. സിൽവറും ബ്രൊമൈഡും ചേർന്നിട്ടാണ് സിൽവർ ബ്രൊമൈഡ് ഉണ്ടാക്കുക. ഇത് 2 വാച്ച് ഗ്ലാസ്സിൽ എടുക്കാം. ഒരു വാച്ച് ഗ്ലാസ് എടുക്കാം, അതിൽ കുറച്ച് സിൽവർ ബ്രൊമൈഡ് എടുക്കാം. എന്നിട്ട് 2 വാച്ച് ഗ്ലാസസിൽ സിൽവർ ബ്രൊമൈഡ് എടുക്കാം. ഒരു വാച്ച് ഗ്ലാസ് ബ്ലാക്ക് പേപ്പർ വെച്ചിട്ട് നമ്മൾക്ക് റാപ്പ് ചെയ്യാം, പൊതിയാം. എന്നിട്ട് 2 വാച്ച് ഗ്ലാസസ് എക്സ്പോസ് ഇൻ സൺലൈറ്റ് കൊണ്ട് എക്സ്പോസ് ചെയ്യാം. കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഇതിൽ കളർ ചേഞ്ച് വരും. കാരണം ഇത് സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യും. ഇതിൽ നമ്മൾ ബ്ലാക്ക് പേപ്പർ കൊണ്ടാണ് മൂടിയിരിക്കുന്നത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യും, അത് അബ്സോർബ് ചെയ്യില്ല. അപ്പൊ ഇതിൽ അബ്സോർബ് ചെയ്യുമ്പോൾ ഇതിന്റെ കളർ മാറും, ഒരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഒരു ഗ്രേ കളർ ആയിട്ട് ചേഞ്ച് ആവുന്നത്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, സിൽവർ ബ്രോമൈഡ് ഡികമ്പോസ് ചെയ്തിട്ട് സിൽവർ ആയി മാറണം. ലൈറ്റ് എനർജിനെ അബ്സോർബ് ചെയ്ത ശേഷം എന്തായി മാറും, അത് സിൽവർ ആയി മാറുന്ന കാരണം കൊണ്ടാണ് ഇവിടെ എന്ത് കളർ വരിക, ബ്ലാക്ക് കളർ വരിക. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡികമ്പോസ് ആണ്. അതായത് സിൽവർ പ്ലസ് ബ്രൊമൈഡ് ഗ്യാസ്, നമുക്കറിയാം ഇത് സോളിഡ് ആണ്, സിൽവർ ഗ്യാസ്, ബ്രൊമൈഡ് Br2 ആണ്. അപ്പൊ നമ്മളിവിടെ ബാലൻസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇക്വേഷൻ ഒന്നും എഴുതാനില്ല, ഞാൻ എഴുതി കാണിച്ചു തന്നേ ഉള്ളൂ. സിൽവർ ബ്രൊമൈഡ് പറഞ്ഞാൽ സിൽവറും ബ്രൊമൈഡും ആയിട്ട് ഡികമ്പോസ് ചെയ്ത് മാറുന്ന കാരണം കൊണ്ടാണ് ഇതിൽ കളർ ചേഞ്ച് എന്തുകൊണ്ടാണ് വരുന്നത്, ഡ്യൂ ടു ദ സിൽവർ അവിടെ ഉണ്ടാകുന്ന കാരണം കൊണ്ടാണ് അവിടെ കളർ നമുക്ക് ബ്ലാക്ക് കളർ ആയിട്ട് തോന്നിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫോട്ടോ കെമിക്കലിലെ 2 എക്സാമിന് ആക്ടിവിറ്റി എന്തൊക്കെ പറഞ്ഞാൽ, ഒന്ന് ഫോട്ടോസിന്തസിസും പിന്നെ
സിൽവർ ബ്രൊമൈഡ്. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഡൽഹിയിലായിരുന്നു നമ്മൾ ബ്രൗൺ ബോട്ടിൽസിലൊക്കെ സെർട്ടൻ മെഡിസിൻസ് കെമിക്കൽസ് ഒക്കെ സ്റ്റോർ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്? ഈ ബ്രൗൺ കളർ എന്ന് പറയുന്നത് ഫിൽട്ടർ ഓഫ് ദ ലൈറ്റ് എന്നാണ് പറയുക. അതായത് ലൈറ്റിനെ ഫിൽട്ടർ ചെയ്യും, അതായത് അതിനുള്ളിലേക്ക് കടത്തി വിടില്ല. അല്ലെങ്കിൽ നമ്മൾ പ്ലെയിൻ ആണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ലൈറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ അതിനുള്ളിലത്തെ മെഡിസിൻസും കെമിക്കൽസ് ഒക്കെ പുതിയൊരു സബ്സ്റ്റൻസസ് ആയിട്ട് മാറും, യൂസ്ലെസ് ആയി മാറും അല്ലേ. നമുക്ക് ആ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരും, പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ടൊക്കെ മാറും. അതുകൊണ്ടാണ് സെർട്ടൻ മെഡിസിൻസ് ആൻഡ് കെമിക്കൽസ് സ്റ്റോർഡ് ഇൻ ബ്രൗൺ ബോട്ടിൽസ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ 2 types of reactions പഠിച്ചു, തെർമോകെമിക്കൽ ആൻഡ് ഫോട്ടോകെമിക്കൽ. Thermochemical, heat energy, release or absorber. Photochemical, light energy is either absorbed or released. That's all for today. Thank you.